ഹലോ മൈ ഡിയേഴ്സ്. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് നമ്മൾ കേക്ക് വെറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഷുഗർ സിറപ്പ് യൂസ് ചെയ്തിട്ട് കേക്ക് വെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഒരു വെറ്റ് ചെയ്യാന്നുള്ള സംഭവം ഇല്ല. വെസ്റ്റേണേഴ്സ് ഒന്നും നമ്മൾ കേക്ക് ഒരിക്കലും വെറ്റ് ചെയ്യുന്നില്ല. നമ്മുടെ കേക്ക് ഓൾറെഡി നല്ല സോഫ്റ്റ് ആണ്. അത് വെറ്റ് ചെയ്യേണ്ട ആവശ്യം സത്യം പറഞ്ഞാൽ ഇല്ല. നമ്മൾ ബട്ടർ ഐസിംഗ് ഒക്കെയാണ് ചെയ്യുന്നെങ്കിലും ഒന്നും നമ്മൾ കേക്ക് വെറ്റ് ചെയ്യില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന കേക്കുകളും അങ്ങനെയാണ്. കേക്ക് വെറ്റ് ചെയ്തിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റ് ചെയ്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോഴും ആ ഒരു രീതിയിൽ ചെയ്യുക എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളിത് വെറ്റ് ചെയ്യുന്നത് കേട്ടോ. അതല്ലാണ്ട് സാധാരണഗതിയിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ പുറത്തുനിന്ന് പഠിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ പഠിച്ച സമയത്ത് അവരൊന്നും കേക്ക് വെറ്റ് ചെയ്യാൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മള് നമ്മുടെ നാട്ടിലെ കസ്റ്റൻസ്, നമ്മുടെ നാട്ടിലുള്ള ശീലങ്ങൾ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഓരോ ഇൻഗ്രീഡിയൻസ് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ മാറ്റേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവമാണ് എന്ത് ഈ കേക്ക് വെറ്റ് ചെയ്യാന്നുള്ളത്. ഷുഗർ സിറപ്പ് യൂസ് ചെയ്ത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ വെറ്റ് ചെയ്ത് കൊടുക്കുക, നനച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു ഷുഗർ സിറപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, അത് ഏതൊക്കെ ടൈപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇതിൽ പറഞ്ഞിരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ പഠിപ്പിച്ചു തരുന്ന സമയത്ത് 3 രീതിയിലാണ് പ്രധാനമായിട്ട് ഞാൻ ഇത് യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ സാധാരണഗതിയിൽ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരേ ഒരു ഷുഗർ സിറപ്പേ ഉള്ളൂ എന്ന് വെച്ചാൽ അതെങ്ങനെയാണെന്ന് വെച്ചാൽ 1/4 കപ്പ് വെള്ളത്തിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര, നോർമൽ നമ്മുടെ ഡ്രിങ്കിങ് വാട്ടർ ഉണ്ടല്ലോ, നമ്മൾ കുടിക്കാൻ യൂസ് ചെയ്യുന്ന വെള്ളത്തിലേക്ക് എന്തായാലും പകുതി 1/2 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കുന്നതാണ് നമ്മൾ ഈ ഷുഗർ സിറപ്പ് എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ നമ്മുടെ ടേസ്റ്റിനും അതുപോലെ തന്നെ കേക്കിൽ ആ ഒരു പ്രത്യേക ഒരു പ്രീമിയം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 3 ടൈപ്പ് ഷുഗർ സിറപ്പ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അതിൽ ഒന്നാണ് നമ്മുടെ നോർമലി ഷുഗർ സിറപ്പ്. 1/4 കപ്പ് വാട്ടർ എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് നമ്മള് ഷുഗർ ഇട്ട് ബോയിൽ ചെയ്തെടുക്കുകയാണ് ഒന്നാമത്തെ ടൈപ്പ്. അത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കുകൾക്കാണ്. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് അപ്പോ സാധാരണഗതിയിൽ നമ്മൾ പുറത്ത് കാണുമ്പോൾ എല്ലാവരും എല്ലാ കേക്കുകൾക്കും യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് എന്ത്, ഈ ഒരു നോ ഷുഗർ സിറപ്പ് എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ കുറച്ച് പ്രീമിയം ക്വാളിറ്റി ബ്ലാക്ക് ഫോറസ്റ്റ് ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ചെറി സിറപ്പാണ് യൂസ് ചെയ്യാറുള്ളത്. അതെങ്ങനെ, ഈ 1/4 കപ്പ് വെള്ളത്തിലേക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ചെറിയ ഒരു 10-12 ചെറി ഉണ്ടല്ലോ നമ്മൾ റെഡ് കളറിലുള്ള, അത് അരിഞ്ഞിട്ട് ചെറിയ പീസായിട്ട് അരിഞ്ഞ് കട്ട് ചെയ്തിടും. എന്നിട്ട് അത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കും. എന്നിട്ട് അതൊന്ന് അരിച്ചെടുക്കും. ഡ്രെയിൻ ചെയ്തെടുത്ത് ആ ചെറി മാറ്റി വെക്കുക, ചെറി ഫില്ലിംഗ് ആയിട്ട് കൊടുക്കും. അങ്ങനെ ഒരു സിറപ്പ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ മൂന്നാമത് യൂസ് ചെയ്യുന്നത് ഈ നോർമൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, അത് തന്നെ അതൊരു 1 കിലോ കേക്കിന് ഒരു 10 രൂപയുടെ ചെറിയ നമുക്കൊരു പാൽപ്പൊടി കിട്ടും. അപ്പൊ ആ ഒരു പാൽപ്പൊടി ഇതിനൊക്കെ പൊട്ടിച്ചൊഴിച്ച് ആ ചൂടോടുകൂടെ തന്നെ എന്ത് ചെയ്യും, ആ ഒരു സിറപ്പ് ഈ ഒരു പാൽപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു സിറപ്പാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യാറുള്ളത്. ഇപ്പൊ നമ്മൾ വൈറ്റ് ഫോറസ്റ്റ്, അതുപോലെ മാംഗോ, പിസ്ത, സ്ട്രോബെറി, വാനില, ഇങ്ങനെയുള്ള ഈ ഒരു വൈറ്റ് ടേസ്റ്റ് വരുന്ന എല്ലാ കേക്കുകളും, അതുപോലെ ചോക്ലേറ്റ് കേക്ക് കേട്ടോ, ചോക്ലേറ്റ് കേക്കിലും അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ചോക്ലേറ്റ് കേക്ക് ബ്ലാക്ക് സ്പഞ്ച് ആണെങ്കിൽ പോലും ഞാൻ ഈ ഒരു ഷുഗർ സിറപ്പ് പാൽപ്പൊടി ചേർത്തിട്ടുള്ള ആ ഒരു മിൽക്ക് പൗഡർ ചേർത്തിട്ടുള്ള ഷുഗർ സിറപ്പാണ് യൂസ് ചെയ്യാറുള്ളത്. അതുപോലെ നമ്മൾ ട്രിഫിള്, ചോക്ലേറ്റ് ട്രിഫിള്, ഇതിനെല്ലാം അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഫെററോഷർ കേക്ക്, പിന്നെ ബട്ടർ സ്കോച്ച്, ഇങ്ങനെയുള്ള കേക്കുകൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ സാധാരണഗതിയിൽ ഈ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന് മാത്രമേ ഞാനത് യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇതെന്താ വെച്ചെങ്കിൽ ഇതൊന്നും എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളല്ല കേട്ടോ. അതപ്പോ നമ്മൾ ക്യാഷ് കൊടുത്ത് പഠിക്കുന്ന സമയത്ത് മാത്രം കിട്ടുന്നതാണ്. അപ്പൊ നമ്മൾ യൂട്യൂബിൽ കുറെ വീഡിയോസ് കാണുമ്പോൾ എല്ലാവരും എന്തായിരിക്കും, ഒരു ഷുഗർ സിറപ്പ് വെച്ച് ഇങ്ങനെ വെറ്റ് ചെയ്യുന്നത് മാത്രമേ നമ്മൾ കാണൂല. അതിൽ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ കാണൂല. അപ്പൊ മെയിൻ ആയിട്ട് വരുന്നത് ഈ 3 സിറപ്പുകളാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഓരോ കേക്കുകൾക്ക് അനുസരിച്ച് അതിൽ കുറച്ചും കൂടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യും ഷുഗർ സിറപ്പിൽ. അപ്പൊ നമ്മൾ മാംഗോ കേക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ നേരത്തെ മാംഗോന്റെ ഫ്ലേവർ കാണിച്ചു തന്നിരുന്നു അല്ലേ, അതിന് 2 ഡ്രോപ്പ് നമുക്ക് ഫ്ലേവറിൽ ഒഴിച്ചെടുത്ത് ഞാൻ പ്രത്യേക ടേസ്റ്റ് ആണ്. അതുപോലെ തന്നെ സ്ട്രോബെറി നമുക്ക് അങ്ങനെ ചെയ്യാം. അതായത് നോർമൽ അങ്ങനെ ചെയ്യുന്ന, നോർമൽ നമ്മൾ ഈ മിൽക്ക് യൂസ് ചെയ്തിട്ടുള്ള ചെയ്താലും മതി കേട്ടോ. പക്ഷെ എന്നാലും ഇത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ നമ്മുടെ കേക്കിന് കിട്ടും. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ നെട്ടിപ്പുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതിൽ നമ്മൾ ബൂസ്റ്റിന്റെ കൂടെ ഫ്ലേവർ ആഡ് ചെയ്യും. ഒരു പാക്ക് ബൂസ്റ്റും കൂടെ പൊട്ടിച്ചിട്ടിട്ട് അതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഷുഗർ സിറപ്പ് ചെയ്യുന്നത്. അപ്പോൾ അത് ഓരോ കേക്കുകൾ ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. അത് ചില കേക്കുകളിൽ മാത്രമേ അങ്ങനെ വരുന്നുള്ളൂ. മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ 3 ഷുഗർ സിറപ്പുകൾ മാത്രമാണ് കേട്ടോ. അപ്പൊ അതിൽ കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ്, ഈ മിൽക്ക് പൗഡർ യൂസ് ചെയ്തിട്ടുള്ള ഷുഗർ സിറപ്പാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ നമ്മുടെ കയ്യിൽ കേക്ക് വാങ്ങിക്കുന്ന ഒരുപാട് ആളുകൾക്ക് അറിയാം അല്ലെ, എല്ലാവരും പറയാറുണ്ട് കേക്കിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്, ആ ഒരു ടേസ്റ്റ് വേറെ എവിടുന്നും കിട്ടാറില്ല എന്ന് എനിക്ക് പലരും മെസ്സേജ് അയച്ച് പറയാറുണ്ട്. അപ്പൊ ആ ഒരു ടേസ്റ്റിനുള്ള എല്ലാ സീക്രട്സും നമ്മുടെ ഈ ഒരു വീഡിയോസ്, ഈ ഒരു ക്ലാസ്സിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് ഷുഗർ സിറപ്പിന്റെ കാര്യം വരുമ്പോൾ അതിൽ പറയുന്ന ഒരു കാര്യമാണത്. പിന്നെ വേറൊരു കാര്യം വരുന്നത് ഞാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മാവിസ് ഗോൾഡിന്റെ ക്രീമാണ് അല്ലെ. അപ്പൊ ആ ഒരു ക്രീം നമ്മൾ അതിൽ മുഴുവനായിട്ട് എടുത്തു കഴിഞ്ഞാലും അതിൽ കുറച്ചും കൂടെ ക്രീം ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച ഷുഗർ സിറപ്പ് ഒന്ന് ചൂടാറിയതിനു ശേഷം ഞാൻ അതിലൊന്ന് കുലുക്കി എടുക്കാറുണ്ട്. അപ്പൊ നമ്മൾ സാധാരണ ഈ ഒരു ക്രീം ആഡ് ചെയ്യുന്നത് നമ്മൾ ട്രസ്ലെഷസ് കേക്കുകൾക്കാണ്. ആ ട്രസ്ലെഷസ് കേക്കിനാണ് നമ്മൾ ആ ഒരു ഫ്ലേവർ, ആ ക്രീമിന്റെ ഒക്കെ ടേസ്റ്റ് കിട്ടുള്ളൂ. പക്ഷെ നമ്മൾ ഈ ഒരു ബോട്ടിലില് ഈ ഒരു ഷുഗർ സിറപ്പ് ഒഴിച്ച് നമ്മളൊന്ന് കുലുക്കി എടുക്കുമ്പോൾ അതിനകത്തുള്ള ക്രീമിന്റെ കണ്ടന്റ് മുഴുവനും നമ്മൾ ഷുഗർ സിറപ്പിലേക്ക് വരും. അപ്പോൾ ആ ഒരു
കേക്കിന് കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ആയിരിക്കും. ആ ഒരു ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റ് ചെയ്യുന്ന കേക്കുകൾക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കിട്ടുന്നത് കേട്ടോ. അപ്പൊ അതാണ് നമ്മുടെ ഈ ഷുഗർ സിറപ്പ് ചെയ്യുന്നതിന്റെ പിന്നിലുള്ള ഒരു രഹസ്യം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഞാൻ ജസ്റ്റ് ഓരോന്ന് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പൊ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് ഇതാ 3/4 കപ്പ് കേട്ടോ, 3/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇതിലേക്ക് 3/4 കപ്പ് വെള്ളത്തിലേക്ക് നമ്മൾ എടുക്കേണ്ടത് അരക്കപ്പ് പഞ്ചസാരയാണ് കേട്ടോ. അരക്കപ്പ് പഞ്ചസാര എടുക്കേണ്ടത്. 3/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്, അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര. ഓക്കെ, ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് തിളപ്പിക്കുക. ഇതുണ്ട് നമ്മുടെ ഷുഗർ സിറപ്പ് നന്നായിട്ട് ബോയിൽ ചെയ്യാനുണ്ട്, നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ കേക്ക് വെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഷുഗർ സിറപ്പ് കേട്ടോ. ഞാനിതൊരു കണക്ക് പറഞ്ഞിട്ടുള്ളതാണ്. 1 കിലോ ചെയ്യാൻ ഇത്രയും നമുക്ക് വേണ്ടി വരില്ല കേട്ടോ. 1 കിലോ കേക്കിന് നമ്മുടെ കേക്ക് ഓൾറെഡി നല്ല സോഫ്റ്റ് ആണല്ലോ, ഇത്രയും നമുക്ക് വേണ്ട. അപ്പൊ ആ ഒരു ക്വാണ്ടിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇതാണ് ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ഷുഗർ സിറപ്പ് എന്ന് പറയുന്നത്. ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ സിറപ്പ് ഇപ്പോ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു 3/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര എടുത്ത് നന്നായിട്ട് തിളപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചെറിയ അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. നല്ല ചെറുതാക്കി അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്നും കൂടെ തിളപ്പിച്ചെടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ 15 ചെറിയാണ് ഇപ്പൊ എടുത്ത് അരിഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഈ ഒരു 3/4 കപ്പ് വെള്ളത്തിലേക്ക് 15 അത്യാവശ്യം നല്ല വലിയ ചെറീസാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, കണ്ടത് ഇപ്പൊ ഇങ്ങനെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പൊ ഇതില് വെള്ളം ചെറുതായിട്ട് ലൈറ്റ് റെഡിന്റെ ഷെയ്ഡിലേക്ക് ആയിട്ടുണ്ട്. അപ്പൊ ഇത് ഡ്രെയിൻ ചെയ്തിട്ടാണ് നമ്മൾ കേക്ക് വെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ചെറീസ് നമുക്ക് അതിന് ഫില്ലിംഗ് ആയിട്ട് കൊടുക്കും ചെയ്യാം, കളയേണ്ട ആവശ്യമില്ല. നമ്മൾ എന്തായാലും ബ്ലാക്ക് ഫോറസ്റ്റിനൊക്കെ ബ്ലാക്ക് ചോക്ലേറ്റ് ഇടില്ല, അപ്പൊ ഇതിന്റെ കൂടെ ഇതും കൂടെ ഫില്ലിംഗ് ആയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഷുഗർ സിറപ്പ് നമ്മൾ എപ്പോഴും ചൂടാറിയതിന് ശേഷം മാത്രമേ കേക്കിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് മിൽക്ക് പൗഡർ ചേർത്തിട്ടുള്ള ഷുഗർ സിറപ്പ് നോക്കാം. ഇത് ഞാൻ 3/4 കപ്പ് വാട്ടർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ബോയിൽ ഷുഗർ സിറപ്പ് തിളച്ച് വരുന്നുണ്ട്. അപ്പൊ അതിലേക്ക് ഒരു 10 രൂപയുടെ അമൂല്യയുടെ നമ്മുടെ മിൽക്ക് പൗഡർ ഉണ്ടല്ലോ, അപ്പൊ അത് ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഞാനിപ്പോ ഇത് കട്ട് ചെയ്തിട്ടുള്ളതാണ്. ഏകദേശം 3 ടേബിൾ സ്പൂണോളം വരുന്നുണ്ട് കേട്ടോ ഈ ഒരു മിൽക്ക് പൗഡർ എന്ന് പറയുന്നത്. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് പാൽപ്പൊടി മിക്സ് ആകുന്ന വരെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുക. അതല്ലെങ്കിൽ സ്പൂൺ ഇട്ടിട്ട് മിക്സ് ചെയ്താലും മതി. ഇതാണ് ഇപ്പൊ നമ്മുടെ മൂന്നാമത് പറഞ്ഞ സിറപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത് നമ്മൾ ഒന്ന് അരിച്ചെടുത്തിട്ട് നമുക്ക് കേക്ക് വെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്യാം. ഇത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ തണുത്തതിന് ശേഷം മാത്രം നമ്മൾ ഉപയോഗിക്കുക. ഇപ്പൊ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന 3 സിറപ്പുകൾ. ഇത് നമ്മുടെ നോർമൽ ഷുഗർ സിറപ്പ്, ഇത് ചെറിയ സിറപ്പ്, നമ്മൾ മിൽക്ക് പൗഡർ ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോ പിന്നെ നമ്മള് ക്രീം ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ബോട്ടില് ബാലൻസ് ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യുമ്പോൾ കേട്ടോ, ഇതൊന്ന് അതിൽ ഒഴിച്ചിട്ട് ചൂടാറിയതിനു ശേഷം അതിൽ ഒഴിച്ചിട്ട് ഒന്ന് കുലുക്കി എടുത്തിട്ട് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഉണ്ടെങ്കിൽ മാത്രം, അത് നിർബന്ധമല്ല. നമ്മൾ ബോട്ടിൽ കളയുന്നതിന് മുമ്പ് അതൊന്ന് കുലുക്കി എടുക്കാന്നുണ്ടെങ്കിൽ അതിന്റെ ഫുൾ ഫാറ്റ് കണ്ടന്റ് നമ്മുടെ ഈ ഒരു സിറപ്പിലേക്ക് ചേരും. അപ്പൊ അതിനു വേണ്ടി അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് സിറപ്പുകളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, അപ്പോ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. പിന്നെ നമ്മൾ ഇനി ബാക്കി ഡീറ്റെയിൽ ആയിട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ബൂസ്റ്റ് ഒക്കെ ചേർക്കുന്നത്, അതൊക്കെ ഓരോ കേക്കിനനുസരിച്ചിട്ടാണ് വരിക കേട്ടോ. അപ്പൊ നമ്മൾ ആ കേക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ കൂടെ നമ്മളത് പറയും. ഇപ്പൊ നമ്മളൊരു ഫസ്റ്റ് ഷുഗർ സിറപ്പിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിത് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതെന്താണെന്ന് അറിയണല്ലോ, അപ്പൊ അതുകൊണ്ടാണ് ഇത് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഈ വൈറ്റ് നമ്മൾ നോർമൽ ഷുഗർ സിറപ്പ് നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കുകൾക്കാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ചെറിയ സിറപ്പും അതെ, നമ്മൾ
പ്രീമിയം ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കുകൾക്കൊക്കെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ കൂടുതലും ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. സാധാരണ എല്ലാവരും യൂസ് ചെയ്യുന്ന കാര്യമല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരു ക്ലാസ് കൊടുത്ത് പഠിക്കുന്ന സമയത്ത് അതിൽ കുറെ നമുക്ക് സീക്രട്സ് നമുക്ക് അറിയാണ്ടാവും. അവര് ബേക്കിംഗ് ചെയ്യണത് ഇപ്പൊ ഞാൻ ഫസ്റ്റ് യൂട്യൂബ് കണ്ട് പഠിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല. നമ്മൾ നോർമൽ ഷുഗർ സിറപ്പ് യൂസ് ചെയ്ത് വെറ്റ് ചെയ്തിട്ടാണ് കേക്കുകൾ ഉണ്ടാക്കുക. പക്ഷെ നമ്മളൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്താണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും പഠിക്കാനുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുക. അപ്പൊ അങ്ങനെ നമ്മൾ പഠിച്ചെടുക്കുന്ന ഓരോ കാര്യങ്ങളാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ മിൽക്ക് പൗഡർ യൂസ് ചെയ്തിട്ടുള്ളതാണ് കൂടുതലും കേക്കുകൾക്ക് യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്യരുത്, ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിനൊന്നും ഉപയോഗിക്കരുത്. കാരണം ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന്റെ ആ ഒരു ഇതെന്ന് പറയുന്നത് ആ ഒരു ബ്ലാക്ക് കളറിൽ ഇരിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ആ ബ്ലാക്ക് കളർ തന്നെ കാണും. അപ്പൊ നമ്മൾ ഈ മിൽക്ക് പൗഡർ ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളത് അതിന് ചേർത്ത് കഴിഞ്ഞാൽ അതിന്റെ കളർ മാറിപ്പോകും. അപ്പൊ അത് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന്റെ അത് ഐറ്റം മാറിപ്പോകും കേട്ടോ. അപ്പൊ അതുകൊണ്ട് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കുകൾക്കൊന്നും ഇത് യൂസ് ചെയ്യരുത്. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൽ നമ്മൾ നോർമൽ ഷുഗർ സിറപ്പ് അല്ലെങ്കിൽ ചെറിയ സിറപ്പ് ഇത് മാത്രം ഉപയോഗിക്കുക. ബാക്കിയുള്ള കേക്കുകൾക്കൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ മിൽക്ക് പൗഡർ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കേക്കുകൾ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു.